ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സ്വന്തം ഗ്രീൻ ഹൗസിലാണ് നിൽക്കുന്നത്. കോഴികളൊക്കെ വളരെ സ്വതന്ത്രമായി നടക്കുകയാണ്. ഇനിയിപ്പം പയ്യെ അവരെ ഇത് ഇങ്ങോട്ടേക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ നെറ്റൊക്കെ കെട്ടി ഇവിടെയും ഇനി മുകളിലും അതിനെ നെറ്റൊക്കെ അടിച്ചിട്ടേ അവരെ ഇനിയിപ്പോൾ ഒരു 5-6 മാസത്തേന് അതിനകത്താക്കാൻ പോവാണ്. കാരണം നമ്മൾ ഗ്രീൻ ഹൗസ് ഇട്ടതിൻ്റെ ഉദ്ദേശം തന്നെ നല്ല പച്ചക്കറി, പ്രത്യേകിച്ച് നാട്ടിലെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ചകഞ്ഞ് അങ്ങോട്ടിട്ട മണ്ണൊക്കെ തിരിച്ചിങ്ങോട്ടൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കുറച്ച് തൈകൾ മേടിച്ചിട്ടുണ്ട്, കുറച്ച് വിത്തുകൾ നട്ടുവെച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ന് നാളേക്കായിട്ട് നമുക്കൊന്ന് പാകി റെഡിയാക്കണം ഗ്രീൻ ഹൗസ്. അതേപോലെ കോഴീനെയും പൂർണ്ണമായിട്ട് അങ്ങോട്ടേക്ക് ഒതുക്കിയതിന് ശേഷം അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതോട് വരാം, go inside, go to your classes. നമ്മൾ ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് കേട്ടോ. ഇത് ഇനി അവിടെ മുതൽ ഇവിടെ വരെ ഒന്ന് നന്നായിട്ട് ബന്ധിച്ചെന്നാൽ നല്ല സ്ട്രോങ് ആവും. കോഴിക്കൊക്കെ അത് മതിയല്ലോ, കാരണം ഇത് ടെമ്പററി ആയിട്ട് നമ്മൾ വെക്കുന്നതാണല്ലോ. വരുന്ന വർഷത്തിലെടുത്ത് മാറ്റണ്ട. കോഴി ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ കോഴിക്ക് മുട്ടയൊക്കെ എടുക്കാൻ നമുക്ക് ഇവിടുന്ന് സൗകര്യമുണ്ട്. സ്ഥിരം അതിനകത്ത് തന്നെ കോഴി മുട്ടയിട്ടോളും. ഇതേ അപ്പോൾ ഇവരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തു കേട്ടോ, തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ ഇച്ചിരി സങ്കടത്തിലാണ്, പ്രതിഷേധം മറിക്കുന്നുണ്ട്. എന്തായാലും വേറെ രക്ഷയില്ല. അവിടെ തീറ്റിട്ട് കൊടുക്കാം, നമുക്ക് അതിലെ കൂടെ ആണെങ്കിലും താഴെ തീറ്റിട്ട് കൊടുക്കാം. അതുപോലെ ഇവിടുന്ന് വെള്ളം കൊടുക്കാം. ഇവിടെ കോഴി മുട്ടയിട്ടോളും. പുറത്തിറങ്ങാനുള്ളൊരു തത്രപ്പാടില്ല. പക്ഷെ നമുക്ക് ഇന്നിവിടെ എല്ലാം കളച്ച് ശരിയാക്കണം. ഇനിയിപ്പോൾ ഇത് കുറച്ച് പണിയുണ്ട്. കാരണം ഈ സൈഡിലൊക്കെ ഉണ്ടോ ചകഞ്ഞ് കുറേ മണ്ണിട്ടുണ്ട്, അതൊക്കെ തിരിച്ചിങ്ങ് കോരിയിടണം. അപ്പോൾ അതൊക്കെ ചെയ്യട്ടോ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഉണ്ടോ ഇവിടെയൊക്കെ 4-5 കൊട്ട മണ്ണാണ് ചകഞ്ഞിട്ടിരിക്കുന്നത്. സാധാരണ ഇനി ഇവിടെ ഇത് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചിലപ്പോൾ പുല്ല് മുളച്ചൊക്കെ പിന്നെ നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ട്. കോഴീനെ കുറ്റം പറയാൻ പറ്റിയല്ലോ, കോഴി ചകയുന്നു. നല്ല കമ്പോസ്റ്റ് മണ്ണാണ്, നമുക്ക് ചുമ്മാ ഇവിടെ കളയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടോ കേട്ടോ. ക്ലീൻ അല്ല, ഇവിടെയൊക്കെ ഒന്ന് എടുത്ത്, അതാകുമ്പോൾ നമുക്ക് അധികം കമ്പോസ്റ്റ് ഈ വർഷം മേടിക്കേണ്ടി വരികയില്ല. അപ്പം നമുക്ക് ഈ മണ്ണ് മുഴുവൻ ഒന്ന് ഇളക്കിയിടണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നതായിരുന്നു. ഉണ്ടോ, ഇളകി തന്നെ കിടക്കുന്ന നല്ല കമ്പോസ്റ്റ് വളമാണിത്. ഇതിനകത്ത് ഇതിൻ്റെ കോഴിവളം കൂടെ വരുമ്പം നല്ല അടിപൊളിയാവും. ഇതപ്പം നമ്മളിത് ഇവിടെയുള്ള മണ്ണൊക്കെ എടുത്ത് തിരിച്ചിട്ടു, അവിടെ നിന്നുള്ള മണ്ണ് വിട്ടു. ഇതൊന്ന് ഇളക്കി ഇനിയിപ്പോൾ കുറച്ചേ കമ്പോസ്റ്റും കൂടെ ചേർത്തിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ വർഷവും നമ്മളെ കുറച്ച് കമ്പോസ്റ്റൊക്കെ ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. അങ്ങനെ ഒരു ചാക്കും കൂടെ ഇടണം. അതിനുശേഷം ഉണ്ടല്ലോ, ഇതുണ്ട് നല്ല ഇളകി കിടക്കുന്ന മണ്ണാണ്. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്താലില്ലേ. അപ്പം എല്ലാം കമ്പോസ്റ്റൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇളക്കി ഇതൊന്നും ഇങ്ങനെ ചിക്കിയിട്ട് കൊടുത്താലേ കല്ലും ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ എല്ലാ പണിക്കും സാക്ഷിയായിട്ട് അവിടെ കോഴികളുണ്ട് കേട്ടോ. നമ്മൾ ഗ്രീൻ ഹൗസിലെ മണ്ണൊക്കെ നന്നായിട്ട് നനയ്ക്കുവാണ് കേട്ടോ. കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഒട്ടും വെള്ളം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് നനച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ വെയിലുണ്ടെങ്കിൽ തൈയൊക്കെ നന്നായിട്ട് വളരുള്ളൂ. വെയിലുണ്ടെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ഇട്ടാൽ മതി. അല്ലെങ്കിൽ അതിൽ കൂടും ഫ്രീക്വൻസി. ഡേവിഡാണ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഒരു അത്യാവശ്യം ഒരു 10-20 ബക്കറ്റ് വെള്ളമെങ്കിലും വേണ്ടി വരും. ഇതാണ് കേട്ടോ നമ്മുടെ പാവയ്ക്ക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മണ്ണിനകത്ത് ഇട്ടിട്ട് മുളച്ചില്ല. അപ്പോൾ ഇതൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ്. ഇത് കണ്ടോ, ഇപ്പോൾ പാവൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. നമുക്ക് ഏതായാലും 3 എണ്ണം കിളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നടാൻ പോയി. ഇത് പടവലം, ഇത് കുമ്പളങ്ങ. അത് വരും ദിവസങ്ങളിൽ മുളയ്ക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇതെടുത്ത് നടാൻ പോവാണ്. നട്ടിട്ട് വീട്ടിൽ തന്നെ വെക്കും. എന്നിട്ട് പിന്നെ ഇത് വലുതാകുമ്പോൾ അത് പുറത്ത് നടക്കും. നമ്മൾ നടുവാണ്. അത് മര്യാദയ്ക്ക് വളരുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളാണ് കേട്ടോ.
കണ്ടോ, വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പം നല്ല ക്ലീനായി നമ്മുടെ ഗ്രീൻ ഹൗസ്. അപ്പം നമ്മൾ ആദ്യം നടാൻ പോകുന്നത് 2 ടൈപ്പ് കുക്കുംബറാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇഷ്ടം പോലെ കുക്കുംബർ ഇതിനകത്ത് കിട്ടി. അതുകൊണ്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് ഞാനിത് തൈ മേടിച്ചത് നടാൻ പോവാം. അപ്പം നമുക്ക് കഴിഞ്ഞ വർഷവും ഏകദേശം ഇവിടെ തന്നെ ആയിരുന്നു ഒരെണ്ണം നട്ടത്. നമ്മൾ 2 എണ്ണം അടുപ്പിച്ച് അവിടെ തന്നെ നടാൻ പോവാണ്. ഓക്കെ, നല്ല ഹെൽത്തി തൈകളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്, ഗാർഡൻ സെൻറ്ററിൽ നിന്ന്. ഇത് എരിവുള്ള ഒരു ടൈപ്പ് മുളകാന്ന് പറഞ്ഞാൽ, ഇവർ എത്ര എരിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ എരിവ് കാണത്തില്ല. എന്നാലും മുളക് കാഴ്ച നിൽക്കുന്ന കാണാൻ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചു. അപ്പോൾ നമുക്കത് ഇവിടെ നടാം. ഈ ലേബൽ അതിൻ്റെ കൂടെ വെക്കുന്നതെന്നു വെച്ചെന്നാലേ പിന്നീട് നമുക്ക് എന്താണ് സംഭവം എന്നൊക്കെ അറിയാലോ. അങ്ങനെ അത് ഓക്കെ. ഇത് ബട്ടർനട്ട്, ഇത് എങ്ങനെയാവും അറിയത്തില്ല. എന്നാലും ഒരു പരീക്ഷണം, ഇത് ആദ്യമായിട്ട് മേടിച്ചു വെക്കുന്നത്. അപ്പോൾ ഇതും ഒന്ന് നട്ടു വെക്കാം. ഇത് പക്ചോയ് എന്ന് പറയുന്ന ഒരു ലീഫി വെജിറ്റബിൾ ആണ് കേട്ടോ. ഇത് ഈ സ്റ്റർ ഫ്രൈ ആയിട്ടൊക്കെ കഴിക്കാൻ നമുക്ക് നമ്മുടെ തോരൻ പോലെ വെക്കാൻ തോന്നുന്നു. ഞാൻ ഇതുവരെ ഇത് ഇവിടെ കൃഷി ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും ഒന്ന് വെക്കാം പരീക്ഷണാടിസ്ഥാനത്തിൽ. നമ്മൾ ഈ ഗ്രീൻ ഹൗസിന്റെ തുടക്കത്തിൽ മാത്രമാണ് വെക്കുന്നത്, കാരണം അങ്ങോട്ട് ഇപ്പം നടുന്നില്ല. അവിടെ ഒരു ചെറിയൊരു മരം കൂടെ വെക്കണം, ഇല്ലെങ്കിൽ കോഴികൾ എത്തി അത് കൊത്തും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നീളത്തിൽ ഇതങ്ങ് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യ ഘട്ട കൃഷിയാണ് ഇപ്പോൾ തുടങ്ങിയത്. കാരണം ഇവിടെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു മറ വെക്കണം, കാരണം ഇവിടെ നടുന്നതൊക്കെ കോഴികൾ കൊത്തും. അതുപോലെ പാവല് പടവലൊക്കെ ആകുമ്പോൾ അത് നടാനാണ് ബാക്കി സ്പേസ്. ഇനി അതിനിടയ്ക്ക് ബീൻസ് തൈ കിട്ടുവാണെങ്കിൽ കുറച്ച് വെക്കണം, കാരണം അതൊക്കെ ഗ്യാരണ്ടീഡ് ആണ്. ബീൻസ്, ബീറ്റ്റൂട്ടൊക്കെ അതൊക്കെ പിന്നെ അതിൻ്റെ താഴേന്ന് വളർന്നോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ വളർച്ചയും മറ്റു പരിചരണങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ഈ ഇൻഡോർ കൃഷി അല്ലെങ്കിൽ ഈ ഗ്രീൻ ഹൗസിലെ കൃഷി വളരെ നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.